ലവ് സ്റ്റോറിയാണെന്നുള്ളത് എൻ്റെ ഒരു വിഷയമല്ല. ഇത് സിനിമ ആ സബ്ജക്റ്റ് അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പടത്തിൻ്റെ കണ്ടന്റാണ് നമ്മൾ കണ്ട് എങ്ങനെ ചെയ്യിക്കണം എന്ന് തോന്നിക്കുന്നത്. ഒരിക്കലും പ്രേക്ഷകൻ സ്ക്രീനിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും കണ്ണ് മാറ്റരുതെന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. പഴയതൊന്നൊന്നുമില്ല, ഓരോ സബ്ജക്റ്റിനനുസരിച്ചുള്ള ഒരു പേസിങ് വരും. തീർച്ചയായിട്ടും എഡിറ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാ ഷോട്ടിനും ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാമെന്നുള്ളതാണ്. അപ്പം ഇനി ഇപ്പം നോക്കിയാൽ ഒരു മാജിക്ക് നിങ്ങൾ കാണാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് കറക്റ്റ് വിഷ്വലും മ്യൂസിക്കും കറക്റ്റ് സിംഗിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ എഡിറ്റേഴ്സിന് അങ്ങനത്തെ വിഷമില്ലെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി മേഖലകളുണ്ട്, അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിട്ടില്ല. കാരണം നമ്മുടെ എഡിറ്റർമാർക്ക് പറഞ്ഞ അവസാന പൊസിഷനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ആ പടം വീണ്ടും ഒന്നുകൂടെ കണ്ടിരുന്നു. കാരണം ഇപ്പോൾ അടുത്ത മാസം റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി കണ്ടിരുന്നു. ഒന്നാം പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഞാൻ ആസ്വദിച്ചിരുന്നതാണ്. കാരണം ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ റീകളക്ഷൻ ആയിരുന്നു സിനിമ. സാറേലും പടം അവസാനം കണ്ടു കഴിഞ്ഞാൽ സാറിന് ഗംഭീര വർക്കുള്ളത് തനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു അവാർഡും കിട്ടിയില്ല പടത്തിന് എഡിറ്റിങ്ങിന്. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ അമ്മയും മകനുമായിട്ടുള്ള കണ്ടുമുട്ടുന്ന സീൻ, ആ പാട്ട്, അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതൊരു വല്ലാത്തൊരു സീനല്ലേ. എഡിറ്റർ രഞ്ജൻ അബ്രഹാമാണ് ഇന്ന് റിപ്പോർട്ടർ നമ്മോടൊപ്പം. രഞ്ജന നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു ക്ലീശിയ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഈ 1998 ഒരു മറവത്തൂർ കനവെന്ന സിനിമയിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ ഒരു 27 വർഷത്തിന് മേലെയായി ഇൻഡസ്ട്രിയിൽ എഡിറ്റർ വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഗംഭീര സിനിമകളാണ്, വലിയ സിനിമകളാണ്, ഹിറ്റ് സിനിമകളാണ്. അപ്പോൾ ഇന്ന് ഒരു ഈ പറയുന്ന ഒരു ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കണ്ടൊരു വ്യക്തിയാണ് താങ്കൾ. ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു ഇന്നത്തെ ഒരു എഡിറ്റിംഗ് മേഖലയും ഇന്നത്തെ ഒരു പുതിയൊരു വിഷനിലേക്കൊക്കെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേണിയെ നോക്കി കാണുന്നത്? ഞാൻ ഒന്നാമത് ഇത്രയും വർഷമായിരുന്നു ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാനിപ്പോഴും ഒരു 2 വർഷമൊക്കെ ആയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം 27 വർഷം എന്നൊക്കെ പറഞ്ഞാൽ പഴയതായി പോയില്ലേ. എന്നാൽ മലയാള സിനിമയിലൊക്കെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും പണിയില്ലാണ്ടായപ്പോൾ പണി കിട്ടുന്നുണ്ടാവും. ആക്ച്വലി അതൊരു ഹെക്ടിക് ജേണി തന്നെയായിരുന്നു. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആവുക, ഇൻഡിപെൻഡൻ്റായി പടങ്ങൾ പിന്നെയും കിട്ടി രക്ഷപ്പെടുക എന്നുള്ളത് നല്ലൊരു സ്ട്രഗിളിങ് പീരീഡ് തന്നെയായിരുന്നു. ഈവൻ മറവത്തൂർ കഴിഞ്ഞ് പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പടം കിട്ടുന്നത്. അപ്പോൾ അത്രയും കാലം ഫാമിലിയായിട്ട് ചെന്നൈ താമസിക്കുന്നതിൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധികളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ എഡിറ്റേഴ്സിന് അങ്ങനത്തെ വിഷമില്ലെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി മേഖലകളുണ്ട് അവർക്ക്. സിനിമ ആണെങ്കിൽ സിനിമ മാത്രമല്ലല്ലോ, ആഡ് ഫിലിംസ്, കമേഴ്ഷ്യൽസ്, ഇങ്ങനെ ഒത്തിരി രസമുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ഞാനിപ്പോഴും ആസ്വദിച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു എഡിറ്റിംഗ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നൊരു പുതിയൊരു ജെൻസി ഓഡിയൻസിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ റീൽ അഡിക്റ്റഡ് ആയിട്ടുള്ള അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറവെന്ന് നമ്മൾ പറയുന്ന ഒരു ഓഡിയൻസിൻ്റെ മുന്നിലേക്കാണ് നമ്മുടെ വർക്കുമായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് മേലെ പലരും അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നതാണെങ്കിൽ പോലും ലോങ് ഷോട്ടുകൾ വയ്ക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് ഡിവിഷൻ ആണെങ്കിലും എഡിറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പല രീതികൾ. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് ഈ ഒരു പുതിയൊരു രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്? സാറിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതോ പഴയ രീതിയിൽ തന്നെയാണോ, സാറിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? പഴയതൊന്നൊന്നുമില്ല, ഓരോ സബ്ജക്റ്റിനനുസരിച്ചുള്ള ഒരു പേസിങ് വരും. തീർച്ചയായിട്ടും എഡിറ്റ് ആയിരിക്കുന്ന സമയത്ത് മെയിൻലി പടത്തിൻ്റെ കണ്ടന്റാണ് നമ്മൾ കണ്ട് എങ്ങനെ ചെയ്യിക്കണം എന്ന് തോന്നിക്കുന്നത്. ഒരിക്കലും പ്രേക്ഷകൻ സ്ക്രീനിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും കണ്ണ് മാറ്റരുതെന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. കാരണം അപ്പോൾ അത്രയും ഒരു ത്രില്ലിംഗ് ആയിട്ട് അവനെ കൊണ്ടുപോകാൻ സാധിക്കണം, തിയേറ്ററിൽ ഇരുത്താൻ സാധിക്കണം. അപ്പോൾ പോരാത്തതിന് ഇന്നത്തെ ഒരാളുകളുടെ തിരക്കും അവരുടെ ക്ഷമയില്ലായ്മയും ഒക്കെ എനിക്കറിയാം. ഞാനതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആർക്കും കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സിനിമ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് പഴയ സിനിമയായി പോകുന്നു. പെട്ടെന്ന് OTT വന്നാലില്ലെങ്കിലും, കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരിക്കൽ മോൾ എൻ്റെ ഇടയ്ക്ക് വിജയിൻ്റെ ഒരു പടം റിലീസിന് ടിക്കറ്റ് ഒന്ന് പറയൂ ഏർപ്പാടാക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 ദിവസം ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് അടുത്ത ആഴ്ച കാണാം. എന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്താ അല്ല അടുത്ത ആഴ്ച പഴയതായി പോയില്ലെന്ന് പറഞ്ഞു. അപ്പം ആ ട്രെൻഡ് മാറ്റം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മുമ്പൊക്കെ ആകുമ്പം 5-6 പാട്ടുകൾ, ഫൈറ്റുകൾ ഒക്കെ നിർബന്ധമായിരുന്നു. ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പാട്ട് വേണമെന്നില്ല, ഫൈറ്റ് വേണമെന്നില്ല.
പിന്നെ അന്ന് ഞാൻ വർഷം മുമ്പോട്ട് 2 മണിക്കൂർ കൂടെ സിനിമ ആവശ്യമില്ലെന്ന് പറയുന്ന ആളാണ്. കാരണം ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മാക്സിമം 90 മിനിറ്റ്സ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ആൾക്കാർ എത്ര ലെങ്തിന് മറ്റുള്ളവരുടെ സമയത്തെക്കുറിച്ച് കൺസേൺ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. സാർ ഇപ്പോഴിപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ ഈ ഡ്യൂറേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട്. ഇപ്പം ഡയറക്ടറിന് ഒരു വിഷയം കാണും, പക്ഷേ അതേസമയം സാറിന് ഒരു നമുക്ക് ഈ സബ്ജക്റ്റ് ഇത്ര പാക്ക് ചെയ്ത് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് അത്തരത്തിലൊരു ഡിസ്കഷൻസ് ഒക്കെ റൺ ടൈമിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അത് എത്ര സമയം ഉണ്ടാവും ഷൂട്ട് ചെയ്ത് വരുന്ന കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോഴും അപ്പോഴേ പറയാം ആവശ്യമില്ലാത്ത സീൻസുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കളയാം എന്നുള്ള രീതിയിലേക്ക്. പിന്നെ അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ് ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് വർക്ക് ചെയ്യാൻ പറയും എപ്പോഴും. കാരണം ഇന്നത്തെ വേഗത നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അവരോടൊപ്പം പിടിച്ചു നിൽക്കണം. അതെ. ഇപ്പോൾ വിനീതിൻ്റെ ജേണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ ഇന്ന് വരെ കൂടെ ഉള്ള ഒരാളാണ് രഞ്ജിത്ത് സാറ്. അപ്പോൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വിനീതിൻ്റെ അടുത്ത് എന്താണ് എന്നെ എപ്പോഴും കൂടെ കൂട്ടാനുള്ള കാരണം എന്ന്? ഒരിക്കലും ചോദിക്കില്ല, പേടിയാണ്. ചോദിച്ചാൽ വിനീത് വേറെ മാറ്റി ചിന്തിച്ചില്ല. അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിട്ടില്ല. കാരണം നമ്മുടെ എഡിറ്റർമാർക്ക് പറഞ്ഞ അവസാന പൊസിഷനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും ചോദിക്കില്ല. വിനീത് അങ്ങനെ ചിന്തിക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തിരയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിനീതേട്ടൻ തന്നെ ഒരുപാട് തവണ പറയുന്നുണ്ട് തിരയിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായി, പറയുന്ന പോലെ ഷോട്ടുകൾ പലതും ഷെയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അന്നുണ്ടായ ഈ പറയുന്ന പോലെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അന്നുണ്ടായ രീതിയിലൊക്കെ മാറി ഒരു പുതിയ വിനീതിനെയാണോ നമുക്ക് കാണുന്നത്? രഞ്ജിയേട്ടൻ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു? അല്ല, തീർച്ചയായിട്ടും ഒരിക്കലും നമ്മളൊരു ചൂടുവെള്ളത്തിൽ ചാടി ഒന്ന് കുഴി ചാടിയാൽ പിന്നെ നമ്മൾ ഒന്ന് അലർട്ടാവുമല്ലോ. അതാണ്. അല്ല അതിൽ അങ്ങനെ ഒരു പക്ഷേ ഷെയ്ക്കും കാര്യങ്ങളൊന്നും അത്ര ഡിസ്റ്റർബായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ എഡിറ്റ് കഴിയുമ്പോൾ ഞാൻ ആ ഒരു പടത്തിൽ മാത്രമേ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. നമുക്ക് തിയേറ്ററിലിട്ട് ഒരു റീലിങ്ങിലൊന്ന് കാണണം കേട്ടോ വിനീതെന്ന് പറഞ്ഞാൽ. അതിനൊരു കുഴപ്പമില്ല, നമുക്ക് ഫുൾ പടേ കാണണം ഞാനെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ എഡിറ്റിംഗ് ടൈമിംഗ് എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത്രയും മറ്റൊരു എല്ലാ ഷോട്ടിനും ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാമെന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ നമുക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ വന്നൊരു പ്രോബ്ലം കൊണ്ടാണ്. ഇല്ലെങ്കിൽ ചെറുക്കൊന്നും ആരും അറിയില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകുമ്പോഴല്ലോ നമ്മുടെ കോൺഷ്യസ് മാർക്ക് വന്നത്. ഇപ്പോൾ ആദ്യ സിനിമ മുതൽ ഇതുവരെ വർക്ക് ചെയ്തെന്നുള്ള ഒരാളെന്ന് നിനക്ക് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു സംവിധായകനെ അല്ലെങ്കിൽ വിനീത് എന്നുള്ളൊരു എഴുത്തുകാരനെയൊക്കെ രഞ്ജിയേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആദ്യം ഇപ്പോൾ മലർവാടി മുതൽ ഇന്നൊരു ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സക്സസ് സിനിമകൾ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷകർക്ക് ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് ആ ദിവസം മുതൽ ടിക്കറ്റ് എടുത്ത് കയറുന്നതും. അപ്പോൾ എങ്ങനെയാണ് വിനീത് ശ്രീനിവാസൻ ഡയറക്ടർ എങ്ങനെയാണ് രഞ്ജിത്ത് സാർ നോക്കി കാണുന്നത്? വിനീതിനെ സംബന്ധിച്ച് ഇത്രയും ഒരു ഹാർഡ് വർക്ക് ഡെഡിക്കേറ്റഡ് ആൾ ഉണ്ടാവില്ല. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അദ്ദേഹത്തിന് സംസാരിക്കാനില്ല. ആ സിനിമയെക്കുറിച്ച് മാത്രമേ മനസ്സിൽ മുഴുവൻ എപ്പോഴും. ഷൂട്ട് ചെയ്തതിന് പോകുമ്പോൾ സ്ക്രിപ്റ്റ് പക്ക റെഡിയാക്കിയിട്ട് മാത്രമേ ഷൂട്ടിന് പോകുള്ളൂ. സെറ്റ് ചെന്നാൽ പോലും ഒരു മിനിറ്റ് പോലും ക്യാമറയുടെ അടുക്കുന്ന മാറി റിലാക്സ് ചെയ്യാൻ നിൽക്കില്ല. അപ്പം പിന്നെ ഇനി അഥവാ ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും ഇടവേളയുണ്ടെങ്കിൽ ആ സമയത്ത് ഓരോ സീന് വേണ്ട മ്യൂസിക് എന്ത് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത് മുഴുവൻ. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ വിനീതേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ എഴുതുന്ന സമയത്ത് ഷാനോട് മ്യൂസിക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് അയച്ചെന്ന് അത് കേട്ടിട്ടാണ് ആ മ്യൂസിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എഴുതുന്നതെന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്തരം ഈ രീതികളൊക്കെ എങ്ങനെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസിൽ വിനീത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എങ്ങനെയാണ്? വിനീത് കംപ്ലീറ്റ് പടം പക്ക എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ വരുള്ളൂ. അപ്പം വിനീത് എപ്പോഴും പറയുള്ളൂ രഞ്ജിട്ടാ നമുക്ക് ലൂസ് കട്ടൊന്നും വേണ്ട, കറക്റ്റ് ആക്ച്വലി നമുക്ക് വേണ്ട ഡ്യൂറേഷൻ മാത്രം മതി. അപ്പം നമുക്കാരും ചലഞ്ചാണ്. പക്ഷേ മാക്സിമം വിനീത് കാണുമ്പോൾ കൂടെ കറക്ഷനൊന്നും പറയരുതെന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ എപ്പോഴും മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിനീത് പലപ്പോഴും പല സീനുകൾക്ക് മ്യൂസിക് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എന്നോട് പറയാറില്ല. വളരെ ചിലപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി എഡിറ്റിങ് വരുമ്പോൾ കാണുന്ന സമയത്ത് പുള്ളി മ്യൂസിക് ഒന്ന് മൂളും, ചിലപ്പോൾ മൊബൈലിൽ പ്ലേ ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായാലും അവർ ഡബ്ബിങ് തിയേറ്ററിൽ വെച്ചവർക്ക് വിനീത് 2-3 സീക്വൻസിൻ്റെ മ്യൂസിക് അവിടെ കൊണ്ടുപോയി അവിടുന്ന് ടൈം ലൈനിൽ പ്ലേസ് ചെയ്തിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ വിനീത് പറഞ്ഞു ഇപ്പം നോക്കി ഒരു മാജിക്ക് നിങ്ങൾ കാണാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പം ആ മ്യൂസിക് പ്ലേ കറക്റ്റായ വിഷ്വലും മ്യൂസിക്കും കറക്റ്റ് സിംഗിൾ ഉണ്ടായിരുന്നു.
ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടില്ല മ്യൂസിക്, ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടില്ല. എന്തോ ഒരു അങ്ങനെ നടന്നു പോകുന്നു. നമ്മൾ ഇപ്പോൾ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം മേഖലയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ അതൊരു ഈവൻ മോശമാണെങ്കിൽ ഈവൻ നല്ലതാണെങ്കിൽ ശരി, പലപ്പോഴും ആദ്യം പറയുന്നൊരു കമൻറ്റ് ആ സീന് അല്ലെ അതവിടെ വേണ്ടായിരുന്നു, അതൊന്നും തൂക്കിയിരുന്നെങ്കിൽ ഒന്ന് സിനിമയുടെ ഡ്യൂറേഷൻ ഒന്ന് കുറയായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് പാക്ഡ് ആയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ സിനിമകൾ കാണുന്ന സമയത്ത് അങ്ങനെ പറയുന്നത് ആ സീൻ എന്തിനാണ് അവിടെ വന്നതെന്ന്. ഇത്തരം ഈ കമൻറ്റുകളെ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത്തരം കമൻറ്റുകൾ പറയുന്നത് ഇപ്പം നമ്മളതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം പാക്കിംഗ് ആയിരിക്കുമല്ലോ ആ ഒരു സീനിൽ വരുന്നത്. ആ പ്രേക്ഷകർ പറയും ചിലപ്പോൾ ആ സീൻ കട്ട് ചെയ്തിരുന്നത് അത് കുറച്ചുകൂടെ നന്നാകുമായിരുന്നു. ഇത്തരം കമൻറ്റുകളൊക്കെ രചേട്ടൻ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കി കാണുന്നത്? അങ്ങനെ ഒരു കമന്റ് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പടത്തിൽ ആ കഥ പറയാൻ ആവശ്യമില്ലാന്ന് തോന്നുന്ന ഷോർട്ടോ സീനോ ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ കഴിയുന്ന സീനുകൾ ഫുള്ളായിട്ട് കളയാൻ ഞാൻ നോക്കാറില്ല. കഴിയുന്നതും ആവശ്യമുള്ള സീനുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ഇപ്പോൾ ലോക പോലുള്ള സിനിമകൾ വരുന്നത്, അപ്പോൾ ഈ സിനിമയിൽ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പം എല്ലാവരും പ്രേക്ഷകരടക്കം എഡിറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തല്ലുമാലയൊക്കെ ഇറങ്ങിയതിന് ശേഷം ആ സിനിമയിലെ എഡിറ്റിങ്ങിനടക്കം ഒരു പ്രത്യേകം എടുത്ത് പരാമർശിക്കുക, അതിൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ തല്ലുമാലയ്ക്ക് ശേഷം തന്നെ എഡിറ്റിങ്ങിൽ ഇന്നോവേഷൻസ് ഒരുപാട് ഉണ്ടാകുന്നു. ഇപ്പോൾ ലോകയിൽ തന്നെ ഒരു സീനിൽ ഒരു ഒരു ഉപ്പിൻ്റെ ഡെപ്പ് ഇങ്ങനെ തട്ടിയിടുന്ന സമയത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു നക്ഷത്രങ്ങളുടെ രീതിയിലേക്ക് പോകുന്ന രീതിയിലൊക്കെ എഡിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് സിംഗിൾ ഷോട്ടുകൾ ഇപ്പോൾ തമിഴിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ സിംഗിൾ ഷോട്ടുകൾക്ക് ഇപ്പോൾ ഒരു വലിയൊരു യൂസേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇത്തരം പുതിയ രീതികൾ ഇന്നോവേഷൻസിൻ്റെ സിംഗിൾ ഷോട്ടുകളായിക്കോട്ടെ ഇത്തരം ട്രാൻസിഷൻ രീതികളായിക്കോട്ടെ, ഇതിന് രഞ്ജന അബ്രഹാം എന്ന് പറയുന്ന ഒരു എഡിറ്റർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പെർസ്പെക്റ്റീവിൽ? ഞാൻ സിംഗിൾ ഷോട്ടിനോടൊന്നും വിരോധമുള്ള ആളല്ല. പക്ഷേ ഷോട്ട് നന്നായിരിക്കണം, വളരെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നതായിരിക്കണം. ഇപ്പം സിംഗിൾ ഷോട്ട് ലെങ്തി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചെറു സിനിമകളുണ്ട്. ക്ലാസ്മേറ്റ്സിലായാലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സമൃദ്ധാസുനിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ഫീൽ ചെയ്ത് നിൽക്കുന്നത്, അതൊക്കെ വളരെ ലെങ്തി ഷോട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അത്രയും ലെങ്തി ആയിട്ട് വെക്കുന്നതെന്ന് എന്നോട് ചോദിച്ച ആളുണ്ടായത്. അത് ഞാൻ പറഞ്ഞു എല്ലാം കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് വർക്ക് ചെയ്യാൻ വേണ്ടായിരുന്നു, അത്ര ഒറ്റ ഷോട്ട് അത് നിൽക്കുമോ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കറക്റ്റായിരിക്കും, നന്നായി കറക്റ്റ് മ്യൂസിക് വന്നാലും അതൊക്കെയാണ്. അപ്പം അങ്ങനെ പിന്നെ അതിൽ അനാർക്കലിയിലായാലും ഉണ്ടായിരുന്നു, അയ്യപ്പനും കോശിയിലുണ്ടായിരുന്നു. അയ്യപ്പൻ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന ലോങ് ഷോട്ട് അത് അനാർക്കലിയിലും ഇതിനും ഞാൻ സച്ചോട് ചോദിച്ചിരുന്നു, നമുക്ക് കട്ട് ചെയ്താലോ ചുമ്മാ ചേട്ടാ ഈ ഷോട്ട് ഫുള്ളായിട്ട് എന്തായാലും വേണം. ഈ അയ്യപ്പൻ കോശിയിൽ ആ സീൻ എന്ന് പറയുന്നത് വളരെ പ്യൂറ്റൽ ആയിട്ടുള്ള ഒരു സീനാണ്. ഇത് പിന്നീട് ഇപ്പൊ തമിഴിലും തെലുങ്കിലും അടക്കം ഈ ഒരു സീൻ എടുത്ത് സംസാരിക്കുന്ന ഒരു മൊമെന്റ് വരെ ഉണ്ടായല്ലോ. അപ്പം അത് ഒരിക്കലും ഒരു ഇഷ്യൂ ആയിരിക്കില്ല. നമ്മൾ എപ്പോഴും ഞാനത് വർക്ക് ചെയ്യുമ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെ കൊണ്ട് എപ്പോഴും ചെയ്യുന്ന. ആൾക്കാർക്ക് ഒരിക്കലും ലെങ്ത് ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ കുഴപ്പം ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഹൃദയത്തിലായാലും പ്രണവിനെ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുറത്തോട്ട് തള്ളിയിട്ട് നടന്നു പോയി അങ്ങേറ്റത്ത് പോയി നിൽക്കുന്ന ചെറിയ, ആക്ച്വലി അതൊരു 3-4 ഷോട്ട് ഉണ്ടായിരുന്നു. ഡബിങ് സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് എഡിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഫൈനൽ എഡിറ്റ് സമയത്ത് എനിക്ക് തോന്നി എന്തിനാണ് അതൊക്കെ ഇത്രയും ലെങ്തി ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ പോലും ഒറ്റ ഷോട്ടായിട്ട് പോയാൽ മതിയല്ലോ എന്ന് തോന്നിച്ച് ചെയ്ത് അതിനത് ഗംഭീരമായി. ഇപ്പം ഹൃദയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ടുകളുടെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പം ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാട്ടുകൾ വേണ്ട അല്ലെങ്കിൽ ഫൈറ്റുകൾ വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ സാറ് വർക്ക് ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് ഒരു സിനിമയിൽ 3-4 പാട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു പാട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കൊറിയോഗ്രാഫറുടെ വിഷനുണ്ട്, ഒരു ഡയറക്ടറിൻ്റെ വിഷനുണ്ട്, ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ വിഷനുണ്ട്. ഈ പാട്ടുകളുടെ എഡിറ്റ് എങ്ങനെയാണ് സാറ് ട്രീറ്റ് ചെയ്യുന്നത്? അതിൻ്റെ രീതി എങ്ങനെയാണ്? പാട്ടുകൾ എഡിറ്റും എപ്പോഴും സബ്ജക്റ്റായിട്ട് മെർജ് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് നിർബന്ധമാണ്. പാട്ടുകൾ ഒരു സ്റ്റോറി ഉണ്ടാവണം പാട്ടിനകത്ത്. അപ്പോൾ അങ്ങനെയാകുമ്പം അതിൻ്റെ ഡ്യൂറേഷനോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഹൃദയത്തിൽ അത്രയും പാട്ട് വിനീത ഒരു പോസ്റ്റ് ഇട്ട് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് കാണുന്നത് എത്രയും 14 പാട്ട് 15 പാട്ടുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ വിനീതിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എന്തിനാ വിനീത ഇങ്ങനെ പാട്ടുകാരൻ ഇനി ഒരു ശങ്കരാഭരണമെന്ന് പറയില്ലേ ചോദിച്ചു. ഇല്ല എന്നിട്ട് കുഴപ്പമില്ല, നമുക്ക് ഓഡിയോ റൈറ്റ്സ് ചുറ്റുമുണ്ട്. അപ്പോൾ അത്രയും പാട്ടുണ്ടായിരുന്നിട്ട് പോലും ആ പാട്ടത്തിനകത്ത് ഇനിയും ഒരു 2 പാട്ടിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അത്ര കൃത്യമാണ് സോങ്സിനെ യൂസ് ചെയ്താണ്. അപ്പം പാട്ടുകളുടെ ഡ്യൂറേഷൻ കുറവായിരിക്കും, പക്ഷെ എന്നാലും അത് വന്നു പോകുന്ന പ്ലേസുകൾ കറക്റ്റായിരുന്നു. ഒരിക്കലും ഒരുപാട് പേര് പറഞ്ഞ് അത്രയും പാട്ടുണ്ടെന്ന് ഒരിക്കലും ഫീൽ ചെയ്തില്ല പടം കാണുമ്പോൾ.
പിന്നെ ഇപ്പൊ ഈ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഈ പാട്ട് ഇപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് 5 മിനിറ്റ് പാട്ടുകളില്ലല്ലോ, ഒരു 2 മിനിറ്റിനകത്ത് പാട്ടുകളും ഒതുക്കുന്ന ഒരു ശീലം ഇപ്പം സിനിമകളിൽ കാണുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഞാനും പറയാറുണ്ട്. 5 മിനിറ്റൊക്കെ പാട്ട് വന്ന് ഞാൻ എന്തിനാണ് ഇത്രയും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 3.5 മിനിറ്റിനുള്ളിൽ നിർത്തുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ ക്ഷമയിലാണ്. അപ്പം കൂടുതൽ ആസ്വാദികരമായിരിക്കും, ഇവർക്ക് വിഷ്വലൈസ് ചെയ്യാനും സൗകര്യമായിരിക്കും. ഈ പാട്ട് വരുന്ന സമയത്ത് ചില ആൾക്കാർ ചിലപ്പോൾ ഇറങ്ങി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇപ്പം അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പാട്ടിന്റെ ഇടയ്ക്ക് തന്നെ സീൻസ് കിടക്കുന്ന, ഇമ്പോർട്ടൻറ്റ് സീൻസ് കിടക്കുന്ന അത്തരം രീതികളാണല്ലോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ലാൽ ജോസ് ആയാലും പാട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ലാവിഷായിട്ട് ഷൂട്ട് ചെയ്യും. ദിവസം രാവിലെ ഒരു 7 to 9 പാട്ടിൻ്റെ ഷോട്ട്സ് കയറി. അപ്പം ഓരോ പാട്ട് എഡിറ്റ് ചെയ്യാൻ ഒരു 4-5 പാട്ട് എഡിറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് വൺ മാത്രം എടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. രാവണപ്രഭു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആ പടം വീണ്ടും ഒന്നുകൂടെ കണ്ടിരുന്നു. കാരണം ഇപ്പോൾ അടുത്ത മാസം റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിനോടുള്ള ഏറ്റവും വലിയ ആദ്യത്തെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ രഞ്ജിത്തും ഞാനായിട്ടൊരു മുൻകാല സൗഹൃദങ്ങളോ പരിചയമോ ഇല്ലായിരുന്നു. പക്ഷേ രഞ്ജിത്ത് തന്നെ അതിൻ്റെ എഡിറ്ററായിട്ട് വെച്ചു എന്നുള്ളത് ശരിക്കും എനിക്കൊരു ഞെട്ടലുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു. അത്രയും വലിയൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള പടം അന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നു. നരസിംഹമൊക്കെ കഴിഞ്ഞ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. അത് അൻവർ അതിനു മുമ്പ് ജോണി ആൻഡ്രൂ കാസ്റ്റിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങളും അത്ര വലിയൊരു അടുപ്പം ഇല്ല, പരിചയമുണ്ടോ എനിക്കറിയില്ല, സംശയമാണ്. പക്ഷെ എന്തായാലും എന്നെ അതിലേക്ക് എഡിറ്ററായിട്ട് വെച്ചു, വർക്ക് ചെയ്തു. പക്ഷേ ആ പടം ഈ നേരത്തെ പറഞ്ഞ പോലെ കരുത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ 2 മണിക്കൂർ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അൻവർ ഫുട്ടേജിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് സീൻസെല്ലാം പടപെടാതെ പോകണം. പക്ഷേ അത്രയും ഡ്യൂറേഷനിൽ തന്നെ അത്രയും ഗംഭീരമായിട്ട് കഥ പറയാൻ സാധിച്ചു ആ പടത്തിൻ്റെ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു ആവേശമാണ് അങ്ങനത്തെ സീൻസ് എഡിറ്റ് ചെയ്യാനും ആ ഒരു പേസിൽ കൊണ്ടുവരാനും. കാരണം എഡിറ്റ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. എല്ലാ സിനിമയും ഇത് തന്നെയാണ്. ഓരോ കഥയും കഥയ്ക്കനുസരിച്ചുള്ള മേക്കിംഗ് ഉണ്ടാകുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എഡിറ്റിങ് അങ്ങനെ രീതിയിലായി പോകും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതുമാണ്, വളരെ പ്രിയപ്പെട്ടതുമാണ്. കാരണം ഒന്നാം പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഞാൻ ആസ്വദിച്ചിരുന്നതാണ്. കാരണം ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ റീകളക്ഷൻ ആയിരുന്നു സിനിമ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്ക് തിരിച്ച് കട്ട് ബാക്ക് വരണം, നല്ലൊരു സ്ട്രെയിനായിരുന്നു. അതിൻ്റെ കറക്റ്റ് ഫ്ലോയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഫുട്ടേജിലും ഈ പറഞ്ഞ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും വലിയൊരു സ്ട്രെയിനുള്ള കാര്യമായിരുന്നു. കുറേ സീൻസുകൾ വേണ്ടാന്ന് വയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ റിസൾട്ട് ഗംഭീരമില്ലായിരുന്നു. മാത്രമല്ല അതിനൊക്കെ ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു ഈ റീയൂണിയനുകൾ തുടങ്ങിയത് ആ സിനിമയിലാണല്ലോ. അപ്പോൾ ഇപ്പം ഒരു റീയൂണിയന് പോകുമ്പോഴും ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം ഇതാണ്. തീർച്ചയായിട്ടും വലിയൊരു ടാസ്ക്കായിരുന്നു ആ സിനിമയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ. സാറേലും പടം അവസാനം കണ്ടു കഴിഞ്ഞാൽ സാറ് പറഞ്ഞിട്ടോ ഗംഭീര വർക്കാണ്, തനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു അവാർഡും കിട്ടിയില്ല പടത്തിന് എഡിറ്റിങ്ങിന്. പക്ഷേ ഒരു വലിയൊരു ടാസ്ക്കായിട്ടുണ്ടായിരുന്ന വർക്ക് തന്നെയായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിലും ബാലൻസ് ചെയ്യുക, ഒരാൾ ഡയലോഗ് ഒരാളത് കൂടിപ്പോകാൻ പാടില്ല, കുറയരുത്. പക്ഷെ അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന രീതി എത്തിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തട്ടത്തിൽ മറയത്തും ഇതുപോലെ തന്നെ പിന്നെ സ്ക്രിപ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാന ഘടകം. കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ്, പിന്നെ സോങ്സ് ഉണ്ടായിരുന്നു. പിന്നെ സോങ്സൊക്കെയാണ് വളരെ ആസ്വദിച്ച് എഡിറ്റ് ചെയ്തതാണ് ഞാൻ. അതൊരു ശരിക്കും എൻജോയ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ പഴയ ക്യാമ്പസ് ലൈഫിലേക്ക് തിരിച്ചു പോകുന്നൊരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഷുവർ ബെറ്റ് പടങ്ങളല്ലേ.
സച്ചി എന്ന് പറഞ്ഞാൽ സച്ചി ഒരു സുഹൃത്ത്, ഡയറക്ടർ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ ശരിക്കും ബ്രദേഴ്സായിരുന്നു. അതേപോലെയായിരുന്നു ഞങ്ങളുടെ ബന്ധം. കാരണം സച്ചി അഡ്വക്കേറ്റ് ആയിരിക്കുന്ന കാലത്ത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, കണ്ടുമുട്ടിയതാണ്. അവിടുന്ന് അനാർക്കലി ഡയറക്റ്റ് ചെയ്തു. പിന്നെ അയ്യപ്പനും കോശിയും ഒത്തിരി ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, കുറച്ചാണ്. അവസാനം സച്ചി ചേട്ടനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇതൊക്കെ സമ്മതിക്കുകയില്ല. അങ്ങനെ കുറച്ച് ഒരു സേഫ് സോണായപ്പോൾ നിർത്തി, ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ അതിനകത്ത് ഒരു 5-8 മിനിറ്റോളം ആഡ് ചെയ്തു. പല ഇൻട്രസ്റ്റിംഗ് സീനുകളുടെയും പല പോർഷൻസുകൾ കുറേശ്ശെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ അതൊക്കെ നന്നായിരുന്നു. ആർക്കും പടം കാണുന്ന ആർക്കും ഒരിക്കലും ഒരു മുഷിച്ചില്ലാതെ വളരെ ആവേശപൂർവ്വം കാണാൻ സാധിച്ചില്ല പടം. തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അരവിന്ദൻ്റെ അതിലുള്ള കാര്യത്തിൽ വലിയൊരു ചലഞ്ച്. ഞാൻ കാരണം കഥ ആദ്യം സെലക്ട് ചെയ്യുമ്പം കഥ മോഹൻ സ്ക്രിപ്റ്റ് റൈറ്ററെ കൊണ്ടുവന്ന് കഥ പറഞ്ഞു. അപ്പോൾ 2 കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അരവിന്ദൻ അതിൽ തന്നെ മതി നമുക്ക്, അതാണ് നല്ലത്. കാരണം ആ മൂകാംബിക ബാക്ക്ഗ്രൗണ്ടും ആ സബ്ജക്റ്റ് വളരെ മാച്ചിങ് ആണ്. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ അമ്മയും മകനുമായിട്ടുള്ള കണ്ടുമുട്ടുന്ന സീൻ, ആ പാട്ട്, അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതൊരു വല്ലാത്തൊരു സീനല്ലേ. ഈ അടുത്തും കൂടെ കരത്തിൻ്റെ എഡിറ്റ് നടക്കുന്ന സമയത്തും വിനീത് പറഞ്ഞു, രഞ്ജേട്ടാ അതിനകത്ത് ആ ഒരു പെട്ടെന്ന് വിനീത് ഇങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി വളരെ ആവശ്യപൂർവ്വം നടന്നു, പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഷോട്ട് ഇട്ടത് ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആയിപ്പോയി. അതൊരു ഭയങ്കര ഫീൽ ചെയ്ത ഒരു പടമാണ്. പിന്നെ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം ഒരു റിയൽ സ്റ്റോറിയാണ്. വിനീത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിലെ ക്യാരക്ടേഴ്സൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു റിയലിസ്റ്റിക് ഫീലിൽ തന്നെ വേണം കേട്ടോ പടം ചെയ്യാൻ. അപ്പോൾ അതൊരു ആ രീതി തന്നെ ഫോളോ ചെയ്തിരുന്നത്. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് കണ്ടു വളർന്ന ഒരുപാട് സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളാണ്. വീണ്ടും അങ്ങനെയാണ്. സാറിനോട് സംസാരിക്കാനായതിൽ സന്തോഷം. ഈ പറയുന്നില്ല ഇനിയും ഒരുപാട് ഹിറ്റ് സിനിമകൾ, വലിയ സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വിനീതൻ്റെ കൂടെ തന്നെ ഇനിയും സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ഇങ്ങനെയൊരു അവസരം തന്നതിന് റിപ്പോർട്ടർ ചാനലിനും രാഹുലിനും പ്രത്യേക താങ്ക്സ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ല പ്രാർത്ഥനകാരി കുറച്ച് പടങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.